മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥില മിസ് ആണ്. മക്കളെ, നമ്മുടെ ഓണപരീക്ഷ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്താം. ഏകദേശം ഒരു 6 മാർക്കിനോളം വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് നിങ്ങളുടെ പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ചു കളയാം അല്ലെ. നമുക്ക് ഇവിടെ ഒരു പെട്ടി തന്നിട്ടുണ്ട്, നമ്മൾ ചേരുംപടി ചേർക്കണം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പുകളും കോമ്പൗണ്ടിന്റെ പേരുമാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ ആളാരാ? OR എന്ന് പറഞ്ഞാൽ ആരാ? ഇത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് അല്ലെ. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? ഈഥേഴ്സ് എന്ന് പറയും. ഇനി അടുത്തത് CHO ഗ്രൂപ്പ്, ഒരു കാർബൺ, ഒരു ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, അവരെന്താ വിളിക്കുക? ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്ന് പറയാ അല്ലെ. ആൽഡിഹൈഡിക് ഗ്രൂപ്പ് വന്നാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ആൽഡിഹൈഡുകൾ എന്നാണ്. ശരിയല്ലേ? അപ്പോ CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡുകളാണ് എന്നർത്ഥം. അടുത്തത് COOH, ഏറ്റവും വമ്പനായിട്ടുള്ള ഗ്രൂപ്പ്. അതാരാ മക്കളെ? ഇവൻ ആരാണ്? ഈ COOH എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കാർബൺ, 2 ഓക്സിജൻ, ഒരു ഹൈഡ്രജൻ, കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെ. ഈ കാർബോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് വണ്ണാണ് OH ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ആളാണ്. അയാളെ എന്താ വിളിക്കുക? യെസ്, അവനെ നമുക്ക് വിളിക്കാം ആൽക്കഹോൾസ് അല്ലെ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പേര്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്നത് ആൽക്കഹോൾസ് എന്നാണ് അല്ലെ. അപ്പൊ ഉത്തരം എങ്ങനെ വരും? ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ഉത്തരം? എന്റെ കുഞ്ഞുങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? A എന്ന് പറയുന്നത് 4 ആണ്, B എന്ന് പറയുന്നത് ഏതാ? 1 ആണ്, C 2 ആണ്, D 3 ആണ്. ഓപ്ഷൻ ഏതാ മക്കളെ? A4, B1, C3, C2, D3, ഓപ്ഷൻ C. ശരിയല്ലേ? തെറ്റിക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, യെസ്. അപ്പൊ ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിനെ ശരിക്കും നമ്മുടെ CBSE-ലൊക്കെ ഉണ്ട്, അസേർഷൻ റീസൺ ആയിട്ടാണ്. നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അതായത് പ്രസ്താവന 1, പ്രസ്താവന 2 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് വായിച്ചു നോക്കാം. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് എക്സ് വിത്ത് അറ്റോമിക് നമ്പർ 23 ഈസ്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1:2:2p6, 3:3p6, 3:3, 4:2 ആണ് എന്ന് പറയുന്നു. 23 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? The element X belongs to 4th period and second group in the periodic table. അപ്പൊ X എന്ന മൂലകം പീരിയോഡിക് ടേബിളിൽ 4ാം പീരീഡിലും 2ാം ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇനി ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്, ഏതാണ് തെറ്റായത്, അല്ലെങ്കിൽ 2ഉം ശരിയാണോ 2ഉം തെറ്റാണോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇവിടെ. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 23 ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കറക്റ്റ് ആണ്, 4:3D3. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പ്രസ്താവന 1 ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് എന്താ? എലമെന്റ് എക്സ് ബിലോങ്സ് ടു ദ 4th പീരീഡ് എന്ന് പറയുന്നു, 4ാം പീരീഡിലാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ? നോക്കിക്കേ, നമ്മൾ എങ്ങനെ പീരീഡ് നമ്പർ കണ്ടെത്താ? പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് അല്ലെ. ഏറ്റവും ഉയർന്ന ഷെല്ലിന്റെ നമ്പർ എന്താണോ അതാണ് പീരീഡ് നമ്പർ. സോ ഇവിടുത്തെ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമ്മുടെ എക്സ് 4th പീരീഡിൽ വരുന്ന ആളാണ്. ഇനി പറയുന്നത് എന്താ? സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്, 2ാമത്തെ ഗ്രൂപ്പിൽ ആണോ? ഒറ്റയടിക്ക് കാണുമ്പോ ചിലപ്പോ നിങ്ങൾ ചാടിക്കയറി ശരിയാണെന്ന് പറഞ്ഞു കളയും അല്ലെ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, 3D3, 4:2. മക്കൾ, ഇവിടെ D സബ്ഷെൽ ഉണ്ട് അല്ലെ. അതായത് 4s കയറിയതിനു ശേഷം ഇലക്ട്രോൺ എവിടെ കയറിയിട്ടുണ്ട്? Dയിൽ കയറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്ന എവിടെയാ? S-ലാണോ? അല്ല, D സബ്ഷെല്ലിലാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ കറക്റ്റ് ആണല്ലോ, 4s2 ആണല്ലോ, ലാസ്റ്റ് ഇലക്ട്രോൺ S-ലാണല്ലോ. സോ S ആണെങ്കിൽ എന്തായാലും ശരിയല്ലേ. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 ആണ്, 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1. ഇവിടെ 2 കറക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കും അല്ലെ. പക്ഷെ ആക്ച്വലി ഇത് S ബ്ലോക്ക് ആണോ? അല്ല. ഇത് ഏത് ബ്ലോക്കാ? അവസാനത്തെ ഇലക്ട്രോൺ S-ൽ കയറിയതിനു ശേഷം Dയിലാ കയറിയിട്ടുള്ളത്. സോ ഇവനൊരു
ഡി ബ്ലോക്ക് മൂലകമാണ്. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് എത്രയാ? ഡിയിലെയും എസിലെയും ഇലക്ട്രോണുകളെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് കണ്ടെത്താം. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5 ആണ്, 2 അല്ല. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണോ? ഇല്ല, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ പറ, ഏതാണ് കറക്റ്റ് ഉത്തരം? അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണോ? അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് ആണോ? അല്ല. ഒരെണ്ണം ശരി, ഒന്ന് തെറ്റ്. ഇനി ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, പ്രസ്താവന 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഈ തെറ്റിപ്പോയ സാധനം കറക്റ്റ് ചെയ്ത് എഴുതാൻ ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ജസ്റ്റ് ഇവിടെ ഉള്ളതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻസ് മാത്രം കണ്ടെത്തിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ പോയിരുന്ന് ഇത് തിരുത്തി എഴുതാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. യെസ്. അപ്പൊ മക്കളെ, ഇതേപോലെ ഇനി ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ കാണാം, നമ്മുടെ ലൈവ് കാണാം. പിന്നെ നമ്മുടെ സൈലം ആപ്പ് സ്റ്റോറിന്റെ ഉള്ളിൽ നമ്മുടെ ബുക്സ്, ഗൈഡ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈഡ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് സൈലം ആപ്പ് സ്റ്റോറിലൂടെ അത് വാങ്ങാൻ പറ്റും. അതേപോലെ ഒരു കാര്യം കൂടി, ഇനി നമ്മുടെ ഫ്രീഡം ഓഫർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10% ഓഫറാണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിക്സ് ചെയ്യരുത് കേട്ടോ. ഓക്കെ. അപ്പൊ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവിൽ കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ മിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ.